ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. നമ്മൾ ഇന്ന് സരോജിനി നഗർ പോകാൻ അമ്മൂസിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ ഇന്ന് സരോജിനി മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പോണത്. അമ്മൂസ് എവിടെ അമ്മൂസ് സരോജിനി നഗർ കേട്ടത്? റീൽസ്. എന്തൊക്കെ മേടിക്കാനാ പോണേ? ഡ്രസ്സാ. ഇപ്പൊ അവിടെ വിന്റർ വെയേഴ്സ് ആണ്. ടോപ്പ്. പൈസ ഉണ്ടോ? ദുട്ടൊന്നുമില്ല, കുറെ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്കാണ് തലവേദന എടുത്തിട്ട് വയ്യ. നമ്മളപ്പോ എന്താ സരോജിനി മാർക്കറ്റ് പോവാണ്. ഞാൻ ജ്വല്ലറി നോക്കാനാട്ടോ പോണേ. എനിക്കിങ്ങനെ സിൽവർ ഇല്ല, സിൽവർ ജ്വല്ലറി എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പം അങ്ങനത്തെ ജ്വല്ലറി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നോക്കണം. പിന്നെ മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ ഡ്രസ്സുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. വീട്ടിലിടണ ഉടുപ്പ്, എനിക്ക് അങ്ങനെ അല്ലാത്ത ഉടുപ്പുകളൊന്നും അത്ര നോക്കട്ടെ. ഞങ്ങളുടെ ഉബർ വണ്ടി വന്നു ഗൈസ്. ഗുഷ് ഗുഷ് ഓഫ് ടു സരോജിനി നഗർ. സരോജിനിയുടെ ഏതോ ഒരു ഗേറ്റിലെത്തിയത്. ഏതാ കണ്ണവിടെയാണ് സരോജിനി. അപ്പോൾ നമ്മളൊരു 8:30 ഒക്കെ ആയപ്പോഴേക്ക് സരോജിനി മാർക്കറ്റിലെത്തി. ഗേറ്റ് നമ്പർ 5 ഫ്രണ്ടിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ചും കൂടി നടന്ന് വേറെ ഏതോ ഒരു ബാപ്പു ബസാർ അങ്ങനെ പറഞ്ഞ ഏതോ ഒരു അത് തന്നെയാണോന്ന് അറിയില്ല, അതിൽ കൂടെയാണ് ഞങ്ങൾ കയറിയത്. നമുക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനത്തെ ക്ലോസ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മളത് ബാക്ക് വശമാണോ ഫ്രണ്ട് വശമാണോ എന്താണെങ്കിലും നമ്മൾ കയറി കഴിഞ്ഞപ്പോഴേക്കും ഫുൾ വിൻ്റർ വെയേഴ്സ് ആണ് കേട്ടോ. ഫുള്ളിങ്ങനെ ഒത്തിരി ഡ്രസ്സുകൾ ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. നല്ല ക്രൗഡഡ് ആയിരുന്നു ഈ സമയത്ത്. ഇപ്പോൾ നല്ലോണം ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ശനിയാഴ്ചയോ ആ ഒരു വീക്കെൻഡ് ഡേ എപ്പോഴോ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ വിൻ്റർ വെയേഴ്സൊക്കെ നല്ലോണം വിലക്കുറവിൽ വിൻ്റർ വെയേഴ്സ് ഉണ്ടായിരുന്നു. ഇതേപോലെ നല്ല കട്ടിയുള്ള തുണികളും. പക്ഷേ ഈ ദിവസം ഞങ്ങളൊന്നും തന്നെ വാങ്ങിച്ചില്ല. എല്ലാത്തിൻ്റെ ഇങ്ങനെ റേറ്റൊക്കെ നോക്കി. പിന്നെ നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയില്ല. ജസ്റ്റ് ഇങ്ങനെ കയറി വന്നു. അപ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് ക്ലോത്ത്സ് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഷൂസ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കണം. എന്ത് ഇങ്ങനെ കൂട്ടിയിട്ടേക്കണേ കേട്ടോ. ഇങ്ങനെ നമ്മൾ കൂന കൂട്ടിയിടത്തില്ല, അതേപോലെ കൂന കൂട്ടിയിട്ടിരിക്കണം. പിന്നെ ഇപ്പുറത്തോട്ട് തിരിഞ്ഞപ്പോൾ കുറേ കൊറിയൻ രീതിയിലുള്ള അങ്ങനത്തെ ഒരു ടച്ചുള്ള ഡ്രസ്സുകൾ കുറച്ചെണ്ണം കണ്ടു. ഇത് മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിൻ്റർ വെയർ അല്ലാതെ ഇത്തിരി കൂടി കട്ടി കുറഞ്ഞ തുണി കണ്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ വിൻ്റർ വെയർ ആയിരുന്നു ഈ ദിവസം വന്നപ്പോൾ കേട്ടോ. കണ്ടോ നിറച്ചും ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫുൾ ആൾക്കാരായിരുന്നു. ഇതെന്ത് സാധനമാണെന്നാവോ ഇവര് ഉണ്ടെന്ന് വെച്ച് വിൽക്കണേ? ലഡ്ഡു പോലെ ചീത്തളിക്കണേന്ന് തോന്നണം വെച്ച് വടിയെടുത്ത് അടിക്കാൻ പോകുന്നുണ്ട്. ദൈവമേ, നമ്മൾ സരോജിനി മാർക്കറ്റിന്റെ തൊട്ട് ഫ്രണ്ടിൽ കേട്ടോ. സരോജിനി മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് ഇവിടെ സരോജിനി മാർക്കറ്റ് ഗേറ്റ് നമ്പർ 5 ഫ്രണ്ടിലാണ്. സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പൊ അത്യാവശ്യം തണുപ്പുള്ള സമയമാണ്. നവംബർ ഡിസംബർ അല്ലേ, തണുപ്പായി തുടങ്ങിയിരിക്കുന്ന സമയത്ത് ഇവിടെ വരെ വന്നിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇതാ കാണുന്ന ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോകാൻ പോണേ. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ആകാം. ചേട്ടൻ്റെ നോട്ടം കണ്ടിട്ട് പേടിയാവുന്നല്ലോ. ഇവിടെ ഓ അമ്പലത്തിൽ നിന്നാണ് ഇത്ര അവിടെ എനിക്കാണ് ബിൽഡിങ്ങുകൾ നടക്കുക അല്ലേ എന്നെ കുട്ടി? ബിൽഡിങ് പണിയാൻ അല്ലേ ഈ അടച്ചു കെട്ടി വെച്ചാണല്ലോ. നമ്മളൊരു ഗള്ളിയിൽ ഇറക്കി വിട്ടു കേട്ടോ. ഞാനോർത്ത് അമ്മൂസിനെ അവര് വിളിക്കുന്നതായിരുന്നു. നമ്മളെ ഒരു ലാക്കിച്ചനോ ഏതോ കിച്ചൺ അന്വേഷിച്ചാ വന്നേ. ഇവിടെ നിറയെ ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് കണ്ടോ. വില കൂടുതലായിരിക്കും. ഇവിടെ കൊറേ ഇങ്ങനത്തെ ഈ മോഡേൺ ഡ്രസ്സിന്റെ കടകള്. ഏതോ ഒരു ഗല്ലി കയറിട്ടോ. ഇതാണ് ലാ കിച്ചൻ, LHA കിച്ചൻ. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇതിന് നല്ല റിവ്യൂ ഉണ്ടോ? ഉണ്ടല്ലോ അല്ലേ? ആ ഓക്കെ. ഇത് കണ്ടിട്ടൊരു നല്ല കട പോലെ ഇല്ലല്ലോ
നമ്മളന്ന് മറ്റേ ഇവിടെ പോയില്ലേ, എവിടാ ക്യൂവാ, ഫുഡ് കഴിക്കേണ്ടി വരുമോ? റേറ്റിംഗുള്ള കടയിൽ അവിടെ നിങ്ങാൻ കഴിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ക്യൂ നിന്ന് കഴിക്കാം. ഓക്കെ, ഇതെന്ത് കടയാണെന്ന് അപ്ലോഡ് ഗൈസ്. പക്ഷെ ഇവിടെ മിനിമം 45 minutes ആണ് നമ്മുടെ വെയിറ്റിംഗ്. 45 minutes മിനിമം നമ്മൾ വെയിറ്റ് ചെയ്താൽ നമുക്ക് ഫുഡ് കഴിക്കാം. അത്ര അടിപൊളി ഫുഡായിരിക്കും. ചിലപ്പോൾ ഇവിടുത്തെ വല്ല ഫേമസ് ആയിട്ടുള്ള ഫുഡായിരിക്കും ചിലപ്പോൾ. ഇതാവും ഇവിടെ ഫുള്ളുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കൊറിയക്കാരെ പോലെ ഇരിക്കാൻ, കൊറിയൻ സ്ട്രീറ്റിൽ വന്ന പോലെ ഉണ്ട്. എല്ലാവർക്കും ഒരു കൊറിയൻ, നമ്മുടെ ഈ കൊറിയൻ എന്തോ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യണം അല്ലേ? പക്ഷേ എന്തിന് ഇവളുടെ ഡ്രസ്സ് തന്നെ നോക്കി കഴിഞ്ഞിട്ട് തന്നെ കാണാല. എനിക്ക് തോന്നുന്നത് ഡൽഹിയിലെ കൊറിയൻ സ്ട്രീറ്റ് ആണെന്ന് കേട്ടോ. ചേച്ചി എന്റെ അമ്മ തൈര് കേൾക്കുമ്പോൾ തന്നെ എനിക്കിപ്പോ ഫുഡ് ഇതാണ് കൊറിയൻ ഡൈനിങ്. കൊറിയനാ അപ്പൊ ഞാൻ കണ്ടോ, ഞങ്ങളുടെ കണ്ടുപിടിക്കല് തെറ്റായില്ല. ഇവിടെ ഇത് കൊറിയൻ വൈബ് ഉണ്ട്. കൊറിയൻ കഴിച്ചാലോ? ചോദിച്ചോക്കെ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണോന്ന്. ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ്. Korean. Where is this available? You know, Korean dramas ഒക്കെ ഉണ്ടായിരിക്കും. നമുക്കന്ന് തിരിച്ചാ കൊറേ കട കണ്ട് അങ്ങോട്ട് പോയാൽ അതുകൊണ്ട് കൊറിയൻ സ്ഥലം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? RDS റെസ്റ്റോറന്റ്. നമ്മൾ കൊറിയൻ സിറ്റി കടന്ന് RDS റെസ്റ്റോറന്റിലോട്ട് എത്തി. രാജേന്ദ്രൻ കാ ദാബ. ദാബയാണ് അല്ല, ദാസനാ. ദാബ തന്നെ. ഈ കൊറിയക്കാരെ പോലെയുള്ള ആൾക്കാരെ വായ നോക്കണമെങ്കിൽ അവിടെ ഇല്ല. അതെ, അത് ദാബയാണ്. ആൾക്കാർ എനിക്ക് തോന്നി ഇവിടെ ഇങ്ങനത്തെ ആൾക്കാർ കൂടുതലുണ്ടെന്ന് തോന്നണം. ഞങ്ങൾ മാസ്ക് മേടിച്ചു വെച്ചു. ഇവിടെ മാസ്ക് ഇല്ലാണ്ട് നിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു ദാബയിലോട്ടാണ് കേട്ടോ പോണേ. എയറോപ്ലെയിൻ ഒന്നും പോയിട്ട് കാണുന്നില്ല മഞ്ഞില്. ദാബ കയറാം. ദാബ നല്ല തിരക്കുണ്ട്. ഇവിടെ തന്നെ. പക്ഷെ ഈ സ്ഥലം കൊള്ളാം അല്ലേ? നമ്മളിപ്പോ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ദാബയെ വന്നേക്കുവാണേ. ഇവിടെ റൊട്ടി കിട്ടുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. ചിക്കൻ മുമ്പ് അഫ്ഗാനി എല്ലാം ചില്ലി ചിക്കൻ ചോദിച്ചു നോക്കാം. രാജേന്ദ്ര 2.0 എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റിലാട്ടോ. നമ്മള് മുൻപ് ഡൽഹി വന്നപ്പോഴേക്കും ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മള് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത്, അതായത് ബില്ലൊക്കെ എടുത്തിട്ട് ഈ കാറിന്റെ മേലൊക്കെ വെച്ചിട്ടാ കഴിച്ചത്. ഇപ്പൊ അവര് എനിക്ക് പറഞ്ഞത് ഇത് റിനോവേറ്റ് ചെയ്ത്, അന്ന് ഇതില്ല ഉണ്ടായിരുന്നേ നമ്മൾ ഇവിടെ കയറിയിരുന്നു. നമ്മള് താഴെ ഇരുന്നാല് കഴിച്ചു. അപ്പൊ ഇന്നിപ്പോ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ സരോജിനി പ്ലാൻ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. സാരില്ല, ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നാളെ എപ്പോഴാണ് ഞങ്ങൾ എന്തായാലും സരോജിനി പോകുമ്പോഴേക്കും വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്നിപ്പോ നമുക്ക് തന്തൂരി ചിക്കനും നല്ല ഡൽഹി റൊട്ടിയൊക്കെ കഴിച്ചങ്ങ് വയറ് സെറ്റാക്കി കിടന്ന് ഉറങ്ങാം. നാളെ എനിക്ക് യൂട്യൂബിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോ അതിനു വേണ്ടി നമുക്ക് പ്ലാൻ പ്രിപ്പയർ ചെയ്യാം. അതിന്റെ ഇടയിൽ അച്ഛൻ മിസ്സിംഗ് ആയിട്ടുണ്ട് ഗൈസ്. അച്ഛൻ ഡൽഹിയില് എന്തോ സാധനം അന്വേഷിച്ച് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം.
ടോയ്ലറ്റിൽ പോയി ലിപ്സ്റ്റിക്ക് റീഅപ്ലൈ ചെയ്തു. ഞാൻ അപ്പോൾ ഇടുന്ന ലിപ്സ്റ്റിക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കറണ്ട് ഫേവറേറ്റ് തന്നെ 2 ദിവസമായിട്ടുള്ള ഇടാൻ തുടങ്ങിയിട്ട്. പക്ഷേ 2 ദിവസം ഇട്ടതിൽ വെച്ചിട്ട് എനിക്ക് കറണ്ട് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. എന്താണ് റോം ആൻഡ് കോയ ഈ കാണുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ. റോം ആൻഡ് എൻഡ് അങ്ങനെയാണ് വായിക്കണേന്ന് തോന്നുന്നു. അതിന്റെ ഡീപ് സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. അതൊക്കെ പിന്നെ എന്റെ കുരുവിന്റെ അപ്ഡേറ്റ്സ്, 1 കുരുവായിരുന്നത് 2 കുരുവായി, 2 കുരുവായിരുന്നത് 3 കുരുവായി. ഒരേ സ്ഥലത്ത് 3 കുരു ഡെക്കർ. ഓക്കെ 3 കുരുവായി ഇരുന്നോടാ. എവിടെ അമ്മ എന്താ ഞാൻ കിളി പോയിരിക്കണേ? കഴിച്ച് ഞാൻ കിളി പോകും. തന്തൂരി കഴിച്ച് കിളി പോയി. 3 ഇല്ലേ? ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. ചിലപ്പോ സരോജിനി പോയിട്ട് ഒന്ന് നോക്കും അവിടത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്. ലൈക്ക് സ്റ്റാർസ്, ട്വിങ്കിൾ ട്വിങ്കിൾ ലൈക്ക് സ്റ്റാർസ് ഇൻ ദി സ്കൈ. അല്ല അവിടെ ജസ്റ്റ് ഇറങ്ങി നോക്കിയിട്ട് പോവാം. ഇവിടെ ഒരുപാട് പേര് എല്ലാത്തിനും നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ചേക്കുന്നത്. നമ്മുടെ അവിടുത്തെ എല്ലാത്ത സ്റ്റൈൽ. നമ്മൾ നടന്നു പോവുകയാണ് ഈ തെരുവുകളിലൂടെ. ഡൽഹിയിലെ തെരുവുകളിലൂടെ നമ്മൾ നടക്കുകയാണ്. ഡൽഹിയിലെ പൊടി പിടിച്ച തെരുവുകളിലൂടെ. ഹലോ, ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ, നമ്മൾ സരോജിനി നഗർ ഇന്നലെ നമ്മൾ ഫുഡിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും നമ്മളെ എയറിൻ്റെ പറ്റിച്ചതുകൊണ്ടും നമുക്ക് കറക്റ്റ് ടൈമിലൊന്നും ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ യൂട്യൂബിൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ടയേർഡാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അമ്മൂസിനാണെങ്കിൽ ഭയങ്കര തലവേദന. എനിക്കാണെങ്കിൽ ഞാൻ മേക്കപ്പ് ഒന്നും കളഞ്ഞിട്ടില്ല. അത് കണ്ണ് മാത്രം ഞാൻ തുടച്ച് കളഞ്ഞ്. ഫുള്ളി ടയേർഡ്. കാലൊക്കെ ഇങ്ങനെ നല്ല വേദന. കാലിരിക്കണമെങ്കിൽ ഞാൻ ചമ്മരം പഠിച്ചിരിക്കണം. കാലൊക്കെ അങ്ങ് ഭയങ്കര വേദന എടുക്കുക. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് ഈ രാത്രി അല്ലാതെ രാത്രി സരോജിനി നഗർ പോകാൻ പറ്റില്ല. ഞാൻ അങ്ങനെ 10 മണി രാത്രി 10 മണി കഴിഞ്ഞ് പോകാൻ പറ്റില്ല. അതിനും പോവാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ലാസ്റ്റ് തിരിച്ചിവിടെ വരില്ലേ, നമ്മൾ തിരിച്ച് വീട്ടിൽ പോണ ദിവസം അന്ന് നമുക്ക് പകല് സരോജിനി മാർക്കറ്റിൽ പോവാം. പക്ഷെ രാത്രി പോകാൻ പറ്റില്ല. രാത്രിയിലാകുമ്പോൾ എല്ലാവരും വില കുറച്ച് വിൽക്കുമെന്ന് എന്നോട് ചേച്ചി പറഞ്ഞു. എന്താ രാത്രി ആകുമ്പോഴേക്കും അവരങ്ങനെ പൈസ എങ്ങനെയെങ്കിലും അന്നത്തെ ദിവസത്തെ കച്ചവടം നടക്കണം എന്നുള്ള രീതിയിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഈ പുള്ളിക്കാരൻ. ഭയങ്കര ശബ്ദം കേട്ടോണ്ടിരിക്കണം. ഹെഡ്രസ്റ്റ് ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മളെന്താ, അപ്പൊ സരോജിനി മാർക്കറ്റിൽ പോവാം. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് ഞങ്ങൾ മേടിക്കണത്, എന്തൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത് എന്നുള്ളതൊക്കെ. ഞാൻ ഇന്നത്തെ വീഡിയോ തന്നെ ഹോളും അതുപോലെ തന്നെ പോണ വ്ളോഗും കൂടിയിട്ട് ഷൂട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഷോപ്പിംഗ് വ്ളോഗാണ് ഗൈസ് ഇന്ന്. അത് കിട്ടിയാൽ കൊള്ളാം. അതല്ലെങ്കിൽ എന്താ പറ്റുക അറിയോ, അതല്ലെങ്കിൽ എനിക്ക് ഹോള് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ കുറേ സമയം എടുക്കും. നമ്മളിപ്പോഴും തായ്ലൻഡിൽ പോയിട്ടുള്ള ബ്യൂട്ടി സാരം മേടിച്ചെൻ്റെ ഹോള് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചിട്ട് നമുക്ക് ഹോളും ഇതും കൂടി കാണിക്കാം. അപ്പോൾ ഒരുമിച്ച് കാണിക്കാമല്ലോ. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചെൻ്റെ ട്രൈപോഡ് വെക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് അല്ല അതെ ഡൽഹി ബ്ലോക്കിൽ നമ്മൾ കടന്നു. ഡൽഹി ബ്ലോക്കും ഉണ്ട്, ഡൽഹിയിലെ പൊടിയുണ്ട്. കണ്ടോ ഫുള്ള് പൊടി. നമുക്ക് ഇവിടെ എല്ലായിടവും പൊടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാവേ. നമ്മൾ സരോജിനി മാർക്കറ്റിലെത്തി ഗൈസ്. സരോജിനിയുടെ ബാക്കിലാണ്, ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കണേ. സരോജിനിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ പൊടി നിങ്ങൾ കണ്ടോ, എന്ത് പൊടിയാണ് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ മാസ്ക് ഒക്കെ എടുത്ത് കംപ്ലീറ്റ് സെറ്റായി. ഇനി നമ്മൾ ഷോപ്പിംഗ് മോഡിലോട്ടാണ് ഫുള്ള്. അമ്മൂസൊക്കെ ഗെറ്റ് റെഡി. അമ്മൂസേ എന്താണ് കിളി പോയ പോലെ ഇരിക്കണത്? അയ്യോ. അപ്പോ എന്താ കണ്ണൊക്കെ ചുവന്നിരിക്കണേ? പൊടിയൊക്കെ അടിച്ച് കണ്ണ് ഞാൻ തിരുമ്മി വന്നു. ഇന്നത്തെ കുറവാന്ന് തോന്നുന്നല്ലേ. ഇവിടെ നല്ല പൊടി ഉണ്ടല്ലേ, ഇവിടെ നല്ല പൊടി തോന്നുന്നു. നമ്മളിത് ഈ കണ്ണ ഗേറ്റിലൂടെയാണ് കേട്ടോ കയറിയത്. ഇതിന് ഒരുപാട് ഗേറ്റ്സ് ഉണ്ട്. ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കുറേ ജ്വല്ലറീസും തുടക്കം തന്നെ അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. ഇങ്ങനെ അല്ലറ ചില്ലറ അല്ലാതെ നമ്മുടെ ഓർഗനൈസേഴ്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇത് പല റേറ്റ് ആട്ടോ. ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന കമ്മലുകൾക്കൊക്കെ 30 രൂപ 50 രൂപ അങ്ങനെയുള്ളതായിരുന്നു. പിന്നെ കൂടുതലും സിൽവർ ജ്വല്ലറീസ് ആട്ടോ ഉള്ളത്. ഇപ്പോൾ കുറച്ചും കൂടി ട്രെൻഡിങ് ആയിട്ടുള്ളതും സിൽവർ ജ്വല്ലറി അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനത്തെ കുറേ ജ്വല്ലറി ഐറ്റംസ് ഉണ്ട്. പിന്നെ അത് ഈ ഒരു ബാഗ് ഞാൻ മേടിച്ചു. നമുക്ക് ബാഗ് ആവശ്യമായിട്ടുണ്ടല്ലോ സാധനങ്ങൾ മേടിച്ച് ഇടാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടിട്ട് ആദ്യമേ തന്നെ ഈ ബാഗ് മേടിച്ചു. ബാഗിന്
100 രൂപ 150 രൂപയെങ്ങാണ്ടുമായിരുന്നേ. പക്ഷേ ഏറ്റവും രസം എന്താ പറയുക, ഈ ബാഗ് മേടിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചേട്ടൻ ഈ ബാഗ് കൊണ്ട് കാണിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ ബാഗിലായിരുന്നു, അമ്മൂൻ്റെ കയ്യിലാണ് ബാഗ്. ആ ചേട്ടൻ എന്നിട്ട് ഇങ്ങനെ പുറകെ വന്നിട്ട് ഓക്കെ 150 വേണ്ട, 120, 100 വേണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ 60, പിന്നെ 50 രൂപ വരെ എത്തിയത് ഈ ബാഗിന്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു, അയ്യോ അത്രയും വില കുറവ് അവർ തന്നിട്ട് ഞാൻ 150 മേടിച്ചത്. എന്നാലും സാരില്ല, നമ്മളങ്ങനെ വിഷമിക്കാൻ പോയി കഴിഞ്ഞാൽ ഫുള്ള് വിഷമിക്കാനേ പറ്റുള്ളൂ. പിന്നെ അതിന് ശേഷം കുറേ ചെരുപ്പുകൾ കണ്ടു. ചെരുപ്പിനൊക്കെ 150, 250 ഒക്കെ ഉള്ള, എനിക്ക് 250 ആണ്. 250 നമുക്ക് പറഞ്ഞ് 150 വരെയൊക്കെ ആക്കി മേടിക്കാം. അമ്മൂസിന് നമ്മളൊരു ഫോൺ കേസ് എടുക്കാന്ന് ഓർത്ത് ഇവിടെ ഫോൺ കേസിന്റെ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. ഫോൺ കേസ് മേടിക്കാൻ നാട്ടിൽ സമയം കിട്ടുന്നില്ല. ഇവിടെ നാട്ടിനെക്കാണ്ട് കുറച്ചുകൂടി രസമുള്ളത് കിട്ടും, വിലക്കുറവ് കിട്ടുമെന്ന് ആയിരിക്കണം. ഇവരിപ്പോൾ 350 രൂപ പറയണേ, ഞാൻ നേരെ 100 രൂപ പറയും. അവർക്കറിയാം കേട്ടോ വിലയൊക്കെ പറയണം. അല്ല അത് വില പറഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ടോ? അവിടെ നമ്മളങ്ങനെ ഫോൺ കേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മൂസിനാണെങ്കിൽ ഒരു ഫോൺ കേസും അതിനകത്ത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ, ഗേളീഷ് സാധനം, അങ്ങനത്തെ സാധനങ്ങളായിരുന്നു കൂടുതൽ. പിന്നെ അത് കഴിഞ്ഞിട്ടും വേറെ ഒരു വലിയ ചെരുപ്പ് കട ഉണ്ടായിരുന്നു. ഇങ്ങനെ അടുപ്പിച്ച് ഹീൽസും ഫ്ലാറ്റും അങ്ങനെ നിറയെ ചെരുപ്പുകൾ. പക്ഷേ ഇതിൻ്റെ ഒന്നും ക്വാളിറ്റി അത്ര കണ്ട് രസമുള്ള ക്വാളിറ്റി അല്ല കേട്ടോ. എനിക്ക് തോന്നിയത് നമ്മൾ മീഷോന്ന് മേടിക്കില്ല അതേപോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മീഷോനെക്കാട്ടിലും വിലക്കുറവിലൂടെ കിട്ടണമല്ലോ, അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ മേടിച്ചാൽ പോരെ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി നടക്കായിരുന്നു ഫ്ലാറ്റുകൾ. എനിക്ക് ഹീൽസ് മേടിക്കാൻ അത്ര ധൈര്യം ഇല്ലായിരുന്നു, ഹീൽസ് ഒന്നും കാണാൻ നിലത്ത് വീണാലോ. പക്ഷെ നല്ല ക്വാളിറ്റി. എനിക്ക് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ മനസ്സിലായത് ഇവരുടെ സാധനങ്ങൾ അത്യാവശ്യം നല്ലതാണെന്ന്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് സമ്മർ ആകുമ്പോൾ. ചെരുപ്പ് ഞാൻ നാളെ ചുരിദാർ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചെരുപ്പ് ഞങ്ങളിങ്ങനെ കുറേ നടന്നതിന് ശേഷമാണ് കേട്ടോ മേടിക്കുക. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഇങ്ങനെ കുറച്ച് കടകളെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ അടച്ച് തുടങ്ങിയിരുന്നു. കാരണം ഇപ്പോൾ 9 മണി കഴിഞ്ഞിരുന്നു ഇപ്പം ഞാൻ ഈ വന്നേക്കണ സമയത്ത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴും എനിക്ക് അത്ര കണ്ടിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പുകളും അതുപോലെ ഞാൻ ഉദ്ദേശിച്ച റേറ്റിനും കിട്ടിയിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞത് ഇതേപോലത്തെ ചെറിയ ബാഗുകൾ വിൽക്കണ കട ഉണ്ടായിരുന്നു കേട്ടോ. ഈ കടകളിൽ ഇതിനൊക്കെ എത്രയാണ് 250, എല്ലാത്തിനും അങ്ങനെ അത്യാവശ്യം നല്ല റേറ്റ് കുറവിലാണ് സാധനങ്ങൾ ഉണ്ടായിരുന്നത്. കുറേ നല്ല ഭംഗിയുള്ള ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മൾ എത്ര രൂപയ്ക്കാണ്, അതായത് അവരെത്ര രൂപയാണോ പറയണേ അതിൻ്റെ ഹാഫ് പ്രൈസ് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ചുകൂടി കൂട്ടി മേടിക്കാമെന്നുള്ളത്. പിന്നെ ഈ 30 രൂപയ്ക്കൊന്നും ബാർഗെയിൻ ചെയ്താൽ ഒന്നും കിട്ടില്ല കേട്ടോ. കിട്ടില്ലെന്നല്ല, അങ്ങനെ ചെയ്യണത് ഒരു കഷ്ടമല്ലേ. 30 രൂപ എന്നൊക്കെ നമുക്ക് ഇനി ഒന്നും ബാർഗെയിൻ ചെയ്യാമല്ലോ. 50 രൂപ അങ്ങനെ 100 രൂപയുടെയൊക്കെ സാധനമാണെങ്കിൽ അത് നമുക്ക് 50 രൂപയ്ക്ക് തരാനായിട്ട് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളയിടത്തൊന്നും ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നിയത്. ഭയങ്കര നമുക്ക് വില കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നല്ല. ഉദ്ഘാടനം ഗൈസ്, ഫസ്റ്റ് സാധനം ഇട്ടപ്പോൾ തന്നെ ഇവിടെയൊക്കെ കടയിൽ അടച്ചു തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തേക്ക് ഇത് മാറ്റേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഇതിനെക്കാട്ടിലും കുറച്ചവർ തരുമായിരിക്കും. ആണോ സഞ്ചിയിലിട്ട് എന്തെങ്കിലും സഞ്ചിയിലിടാൻ വേണ്ടേ? എനിക്ക് അമ്മല തന്നെ ഭയ്യാ ये कितना है? 100 കൂടുതലാണ്. ഞങ്ങളിപ്പോൾ 2ാമത്തെ ദിവസമായിട്ട് ഇവിടെ വന്നിങ്ങനെ ഓരോന്നിൻ്റെ റേറ്റ് നോക്കണേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടായിരുന്നു എത്ര രൂപയ്ക്ക് എല്ലാത്തിനൊന്ന്. ഈ സോക്സ് 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ആണ് കേട്ടോ അമ്മൂസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള അങ്ങനത്തെ കുട്ടി ആംഗിൾ ലെങ്ത്തിലുള്ള സോക്സാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ തിരിച്ച് പോകാൻ നേരം ഈ കാണുന്ന ഒരു കട അത് ക്ലോസ് ചെയ്യാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മൂസിന് ആ കാണുന്ന ക്രോക്സ് പോലത്തെ ഒരെണ്ണം ഇഷ്ടപ്പെട്ട്. അപ്പോൾ അത് ഞങ്ങൾ റേറ്റ് ചോദിച്ചപ്പോൾ അയാൾ 650 700 സംതിങ് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ അവൾക്കത് ലൂസായിരുന്നു, അവളുടെ കറക്റ്റ് സൈസിനുള്ളതില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വേറെ മോഡൽസ് ഒന്നും നോക്കിയിട്ട് അവൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഇത് ഞങ്ങൾ ഇറങ്ങാൻ നേരം ഇതിന് എത്ര രൂപ പറഞ്ഞു? 200-250 രൂപ വരെ എത്തി. അങ്ങനെ ക്ലോസ് ചെയ്യാൻ നേരം ആകുമ്പോൾ അവർ അത്രയും റേറ്റ് കുറയ്ക്കും. ഹലോ, നമ്മൾ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ ഇന്ന് സരോജിനി മാർക്കറ്റ് രാവിലെ തന്നെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. എപ്പോഴും നമ്മൾ രാത്രി പോകണോട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഇത്തവണ അതുകൊണ്ട് നമ്മൾ പകല് വെച്ചിട്ടാണ്. ഇനി എന്തായാലും സാധനം മേടിക്കണം, അമ്മയ്ക്ക് മേടിക്കണം. എല്ലാവരും ഓരോ ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത്. അമ്മക്ക് മേടിക്കാനല്ലേ അമ്മ? എന്ത് മേടിക്കണം? അയ്യോ
അപ്പൊ അങ്ങനത്തെ അപ്പം അച്ഛൻ നമ്മുടെ അത് മാത്രം അവിടെ വില കുറച്ച് കിട്ടില്ല. അപ്പൊ നമ്മൾ അവിടെ പോയി ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ശരിക്കും ഈ ദിവസമാണ് കേട്ടോ ഞങ്ങൾ റിയലായിട്ട് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത്. ഞങ്ങൾ ചെന്ന സ്ഥലത്ത് തന്നെ ദീകാണിന് 150 രൂപയ്ക്ക് ഇങ്ങനത്തെ കുറേ വിൻ്റർ വെയേഴ്സ്, അതായത് കുറച്ചിങ്ങനെ ചൂടെടുക്കണ പോലത്തെ മെറ്റീരിയൽ ആയിരുന്നു. ഞാനപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ ഇടാൻ പറ്റണ പോലെ കുറച്ച് നല്ല ഭംഗി തോന്നിക്കണ രീതിയിലുള്ള 1-2 പീസസ് നോക്കി എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാഗിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ് ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ഒക്കെ തന്നെ ഡൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ 250-350 റുപ്പീസാണ് ഉണ്ടായിരുന്നത്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് 80 രൂപയുടെ ഇങ്ങനത്തെ കുറേ ക്രോപ്പ് ടോപ്സ് കണ്ടിരുന്നു കേട്ടോ. ഈ ക്രോപ്പ് ടോപ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ചെറിയ ചെറിയ സൈസാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് മേടിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കിട്ടില്ല. അമ്മൂസൊക്കെ അങ്ങനത്തെ കുറച്ച് അമ്മൂസിന് പ്രീമിയം സാധനങ്ങൾ ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് അത്ര കണ്ട് ഇഷ്ടമാകുമോ എന്നറിയത്തില്ല. അതല്ല നിങ്ങൾക്കിങ്ങനെ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ ഈ സമയപ്പോൾ മുടിയൊക്കെ പോക്കി കെട്ടി പിന്നെ ആൾക്കാരിങ്ങനെ നോക്കണം കേട്ടോ അവിടെ. അപ്പോൾ എനിക്കിങ്ങനെ ഡൽഹി ആയതുകൊണ്ടും ഞാൻ ഇച്ചിരി പേടി ജീവി ആയതുകൊണ്ടും ഞാൻ ഷോളൊക്കെ ഇട്ട് ഇങ്ങനെ ഫുള്ള് മറച്ചിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് സ്കേർട്ടും അതുപോലെ തന്നെ പലാസോ പാൻസും ആണ്. 250 റുപ്പീസ്. ഇതിനകത്തുനിന്ന് ഞാൻ ആ കാണുന്ന ഒരു വെള്ള കളറിൽ ലവ് സൈൻ ഉണ്ടായിരുന്നതില്ല, അത് ഞാൻ എടുത്തിരുന്നു കേട്ടോ. അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. പിന്നെ ഒരു മഞ്ഞ കളറിൽ ഒരു യെല്ലോ കളറിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കി 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 എടുക്കുകയാണെങ്കിൽ കുറേ നല്ല പീസുകൾ കിട്ടും. ആ കാണുന്ന യെല്ലോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു വൈറ്റ് അല്ല ബ്ലാക്ക് ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പറാണ് കേട്ടോ. എൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല, ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോഴേക്കും നല്ലതാണ്. പിന്നെ ഇതിനകത്ത് അമ്മൂസ് ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുർത്താസ് നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ കുർത്താസ് മേടിക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കുർത്ത നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ കുർത്താസിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കി എടുക്കാനായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കിതൊന്നും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഞങ്ങൾ അടുത്തത് ഇങ്ങനെ ജ്വല്ലറി ഇതിലോട്ട്. എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒബ്സഷൻ ആട്ടോ ജ്വല്ലറി. എന്താണോട് ഇങ്ങനെ ഓക്സിഡൈസ്ഡ് ഗോൾഡ് അതുപോലെ സിൽവർ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി ഓരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു. വളകൾക്കൊക്കെ 100 രൂപയാണ്. അത് ഞാൻ കുറച്ച് കിട്ടുമെന്നാണ് ഞാൻ 2 ദിവസം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറയ്ക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് പിന്നെ 100 രൂപയ്ക്ക് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത കടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കമ്മലുകൾ, 30 രൂപയുടെ കമ്മൽ. ചെറിയ കമ്മലല്ല, നല്ല വലിയ കമ്മലാണ്. എനിക്ക് ഇങ്ങനത്തെ കമ്മലാട്ടോ ഇഷ്ടം. ഇങ്ങനെ ഹെവി നല്ല വെയിറ്റ് ഉള്ള കമ്മലിനെക്കാട്ടിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മലാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് വലിയ കമ്മൽ ഇടുന്ന കൂട്ടത്തിലാണ്. എനിക്കിഷ്ടമാണ് അങ്ങനെ വലിയ കമ്മലിടാൻ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന കമ്മലുണ്ടോ അതൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ഇവിടുന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പെടുത്തിയായിരുന്നു ഹൈട്ടാക്കണ കമ്മൽ. അതിങ്ങനെ നമുക്ക് അറിയേയില്ല നമ്മൾ കാതിലിട്ടിട്ടുണ്ടെന്ന്. അങ്ങനത്തെയാണ്. പിന്നെ അതേ 100 രൂപയ്ക്ക് ഇങ്ങനെ കുറേ സ്വെറ്റേഴ്സ് ഉണ്ട്. എനിക്ക് സമ്മറിൽ പോകണം എന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കണേ. എനിക്കറിയില്ലായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ നടന്ന് ഷോപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടമാവുമെന്ന്. എനിക്ക് തോന്നുന്നൊരു 4-5 മണിക്കൂർ ഞങ്ങൾ ഫുള്ള് ഇവിടെ കിടന്ന് കറങ്ങി. ഇത് പിന്നെ ഫുൾ കുർത്താസ് ആട്ടോ. 350 റുപ്പീസിന് കുർത്തി ടോപ്പുകളൊക്കെ വെച്ചിരിക്കണത്. പക്ഷെ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കുർത്തീസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാനത് ചെയ്യണോണ്ടിട്ടാന്ന് തോന്നുന്നത്. എനിക്കതൊന്നും പിടിക്കുമ്പോഴും എനിക്ക് അതിനുള്ള ഒരു ഇതായിട്ട് അങ്ങനെ അല്ല ഇച്ചിരി ഇതൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഇങ്ങനെ മീഷോന്ന് കിട്ടണ പോലത്തെ അങ്ങനെ ഫീൽ ചെയ്യായിരുന്നു. അങ്ങനെ ഭയങ്കര ലൈറ്റായിട്ട് ഒരു വാഷ് കഴിയുമ്പോൾ തന്നെ പോണ പോലത്തെ ആയിരുന്നു. പിന്നെ ഈ കാണാൻ ഞാൻ കയ്യിൽ പിടിച്ച സാധനമില്ല, അത് ഞാൻ എടുത്തു കേട്ടോ. ഇതിന് 350 രൂപയ്ക്കാട്ടോ. ഇത് 350 ആക്ച്വലി എന്നോട് പറഞ്ഞേ. അപ്പോൾ ഞാൻ അന്നക്കുട്ടീനോട് കൺവേ ചെയ്തിട്ടില്ല. അന്നക്കുട്ടിയെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അന്നക്കുട്ടീനോട് ഒരു 450 പറഞ്ഞു. എന്നിട്ട് അന്നക്കുട്ടിയെ 350 ആക്കി മേടിച്ചു. 350 എന്നോട് പറഞ്ഞ സാധനം. പിന്നെ ഇയാൾ ഈ കയ്യിൽ വെച്ചിട്ടുള്ള കയ്യിൽ വെച്ചേക്കണാണോ ഒരു വേറൊരു കോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ആ കോട്ട് എനിക്ക് വേണ്ട എന്ന് കുറേ തവണ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇത് സൂപ്പറായത് എത്ര 450-650 പറഞ്ഞിരുന്ന സാധനം ലാസ്റ്റ് ആയപ്പോഴേക്കും 100 രൂപയുള്ള മേഡം എടുത്തോന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാഗിനകത്തോട്ടിട്ട് അങ്ങനെ. അപ്പോൾ എനിക്കിവിടെ സമ്മറിൽ പോകണമെന്നുണ്ട്. സമ്മറിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടുമായിരിക്കും. ഇത് ഫുള്ള് വിൻ്റർ ആയിരുന്നു. ഇതൊക്കെ നമുക്കിവിടെ ഒന്നും ഇടാൻ പറ്റില്ല, ചൂടെടുത്ത് ചാവും അങ്ങനത്തെ. പക്ഷെ രസമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ സ്റ്റൈൽ ചെയ്തിരിക്കണ കാണില്ലേ, അതേപോലത്തെ പീസുകളായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കൊറിയൻ ടച്ചുള്ള അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആയിരുന്നു കൂടുതലും. പിന്നെ കുറേ ഇങ്ങനത്തെ വൈറ്റ് കളറിലെ ടോപ്സ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോസിൽ ഇടാനായിട്ട് ടോപ്പ് അത്ര ഭാഗ്യമല്ലേ കാണുള്ളൂ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടോ നോക്കായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും
എനിക്കെന്തോ മേടിക്കാൻ തോന്നണുണ്ടായിരുന്നില്ല. എന്താണെന്ന് ഞാനിപ്പോൾ വിചാരിക്കാൻ മേടിക്കായിരുന്നു. 150 രൂപയ്ക്കൊക്കെ നല്ല ലാഭമായിരുന്നു. അത് നല്ല രസമുള്ള കുറേ വൈറ്റ് ടോപ്സുകൾ ഉണ്ടായിരുന്നു. കുറേ ഡിഫറെൻറ്റ് കൊറിയൻ ടച്ചൊക്കെ ഉള്ള കുറേ ഇങ്ങനെ എന്താണ് ലേസ് വർക്കും അതുപോലെ തന്നെ ഫ്രിൽസൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇത് കണ്ട എല്ലാവരും ഒറ്റയടിക്ക് എല്ലാം കൂടി എടുത്തുകൊണ്ടോണ്. ഇതെന്താ പറ്റിയ എല്ലാവരും മാറി ആരാല്ല എനിക്ക് മനസ്സിലായില്ല എന്താ എല്ലാരും ഓടുന്നേ. ഇത്ര പെട്ടെന്ന് എല്ലാരും കൂടെ അടച്ചു ഫുഡ് ആരെങ്കിലും ചെക്കിങ്ങിന് വരുന്നുണ്ടാവും. ആണോ പറഞ്ഞോ? ഞങ്ങളിങ്ങനെ ഷോപ്പ് ചെയ്തുകൊണ്ട് നിന്ന സമയത്ത് തന്നെ എല്ലാവരും കൂടി ഡടപടപടയെന്ന് പറഞ്ഞിട്ട് മാറിപ്പോണു. ഞാനത് എന്താ പറ്റിയേ എന്ന് അവിടെ എന്തോ ചെക്കിങ്ങിന് വരുമ്പോൾ അവരിങ്ങനെ മാറ്റും അത്രേ. അപ്പം അങ്ങനെ എല്ലാം കൂടിയിട്ട് സൈഡിലോട്ട് മാറ്റുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോ സെയിൽ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സമ്മർ ടൈമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒത്തിരി, നിങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഡ്രസ്സ് അത്ര കണ്ട് ഇഷ്ടമില്ല, എന്നിട്ട് പോലും എനിക്കിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു. പിന്നെ അമ്മൂസ് ഇത് അടുത്ത കടയിൽ കയറി. ഇവിടെ 150 120 വരെയൊക്കെ പറഞ്ഞു കേട്ടോ ഫോൺ കേസ്. പക്ഷേ ഈ ധൃതി ആയിരുന്നുകൊണ്ട് മേടിക്കാനായിട്ട് പറ്റിയില്ല. അതായത് ഇവർ പോലീസ് വരും എന്നുള്ള ധൃതിയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ടയേർഡായപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. നിങ്ങൾ സരോജിനി പോകുന്നുണ്ടെങ്കിൽ ഇത് ഓർത്ത് വെച്ചോട്ടോ. ഇതിൻ്റെ ഏത് ഗേറ്റാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലം. ബാക്കിയുള്ള ഒത്തിരി ദൂരം നമ്മൾ പോകണം. അപ്പോൾ ഇത് ഒരു ഫുള്ള് കോംപ്ലക്സ് നിറച്ച് ഇങ്ങനെ KFC, മെക്ഡൊണാൾഡ്സ്, പിന്നെ ഹൽദിറാം, അങ്ങനെ കുറേ ബർഗർ കിങ്സ്, അങ്ങനെയുള്ള KFC ഇല്ലെന്നുണ്ടോ ബർഗർ കിങ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കൂടി ഷോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് വൈകുന്നേരമായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ 5:30 5 മണിക്കോ നമ്മളിവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വിക്കായിട്ട് ഓടി നടന്ന് എവിടെയൊക്കെ നേരത്തെ കണ്ടു വെച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി, വില പേശിയിട്ട് കിട്ടാതിരുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവർ പറഞ്ഞ അതേ റേറ്റിന് മേടിച്ചുകൊണ്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. കാരണം എനിക്ക് ആ ജ്വല്ലറി ഐറ്റംസും ചില ബാഗുകളും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിതേ ഊബറിന് നേരെ നമ്മൾ എയർപോർട്ടിലോട്ടാണ് പോയത്. ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് എല്ലാവരും ടയേർഡായിട്ടോ. നമ്മുടെ പെട്ടികളിരിക്കണമൊക്കെ വണ്ടിയുടെ പുറകുവശത്ത്. എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്കൂർ എന്തായാലും നമ്മളവിടെ നടന്നിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ പാവം വണ്ടിയിലിരിക്കാമെന്ന് ആദ്യം പറഞ്ഞു. നമ്മൾ ഒരു ഊബർ ഒരു ദിവസത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലഗേജൊക്കെ വയ്ക്കാനായിട്ട്. പിന്നെ വിചാരിച്ചോ ഇച്ചിരി എത്ര നേരം ഒറ്റയ്ക്ക് ഇരിക്കണ്ടേന്ന് ഓർത്ത് വന്നേ. പണി പാളിയെന്നായി പോയി. ഇത്രയും ദൂരം നടക്കേണ്ടി വന്നു ഞങ്ങളുടെ പുറകെ ബാഗും പിടിച്ച്. പാവം കുറേ ഇങ്ങനെ നടക്കുമായിരുന്നു. എൻ്റെ കുട്ടി അതേ തൂക്കി നടന്നവർ മടുത്തവരവസാനം ഇരുപ്പായി അവിടെ. നിങ്ങൾ എന്താ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെന്താ, നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത്രയും കറക്റ്റ് സമയത്ത് വന്നത് നന്നായെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എപ്പോഴും ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെ വരാം. അപ്പോൾ അത്യാവശ്യം കറക്റ്റ് ടൈമിൽ വന്നുകൊണ്ട് നമുക്കങ്ങനെ പേടിക്കേണ്ടതായിട്ട് വന്നില്ല. എന്നാലും നമ്മൾ ചെന്ന് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ഫ്ലൈറ്റിലോട്ട് ആളെ കയറ്റാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുന്നു. ഇതിന് മുമ്പുള്ള കണക്റ്റഡ് ആയിട്ടുള്ള വേറെ വ്ളോഗൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടോക്കണം. ഞാൻ ഇപ്പോൾ അതിൽ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ബൈ.